അനീഷ് മാഷാണ്. ചുരൽമല എന്ന് പറയുന്ന വയനാട് കേരളത്തിലാണ്. കേരളം ഇന്ത്യയുടെ ഭാഗമാണ്. അവിടെ ദുരിതാശ്വാസ പ്രവർത്തനം നടത്തിയതിന് ഹെലികോപ്റ്ററിൻ്റെയും സൈന്യത്തിനും വാടക വാങ്ങിക്കുന്നത് ഏത് ജനാധിപത്യ രീതിയിലാണ് നമ്മൾ കണക്കാക്കുന്നത്? നമ്മളെ GST അടയ്ക്കുന്നുണ്ട്, എല്ലായിടയും അടയ്ക്കുന്നുണ്ട്. ഇത് ദുരിതാശ്വാസ വളരെ നാഷണൽ കലാമിറ്റിയാണ്. ആ നാഷണൽ കലാമിറ്റിയിൽ നമ്മുടെ കേന്ദ്ര സർക്കാർ, കേരളത്തിൽ നമ്മൾ മലയാളികളും ഇന്ത്യയുടെ ഭാഗമാണല്ലോ, ഭാരതത്തിൻ്റെ ഇന്ത്യ അല്ലല്ലോ, ഇപ്പോൾ ഭാരതമാണല്ലോ. ആ ഭാരതത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോഴും ആ ദുരിതാശ്വാസത്തിൻ്റെ ഫണ്ട് നമ്മുടെ കേരള ഗവൺമെൻറ്റിൽ നിന്ന് മേടിക്കുന്ന ഒരു അവസ്ഥയാണ് വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ ആരുടെ കയ്യിൽ നിന്ന് എണ്ണ വാങ്ങിക്കുന്നത് തീരുമാനിക്കുന്നത് അമേരിക്കയാണ്. ദേശീയത പറയുന്നതാണ് നമ്മൾ. ഏറ്റവും കൂടുതൽ ദേശീയത പറയണത് നമ്മൾ മറ്റുള്ള പ്രത്യശാസ്ത്രങ്ങളൊക്കെ വിദേശമാണെന്ന് പറയുന്ന ആളുകൾ തന്നെയാണ് ഈ രണ്ട് ചോദ്യമാണ് ചോദിക്കുന്നത്. എന്തുകൊണ്ട് നമ്മൾ അമേരിക്കൻ സാമ്രാജ്യത്തിൻ്റെ മുമ്പിൽ നമ്മൾ മുട്ടുമടക്കി? ഈ രണ്ട് ചോദ്യം. നമ്മൾ ആരുടെ കയ്യിൽ നിന്ന് നമ്മുടെ സോവറനിറ്റി, അതായത് പരമാധികാരം അടിയറ വയ്ക്കുന്ന ഒരു നയമാണ് നടപ്പിലാക്കിയത്? നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു നയമുണ്ട്, ചേരിച്ചേരാൻ നയമുണ്ടായിരുന്നു. ആ സമയം നെഹ്റുവിൻ്റെ കാലത്താണെങ്കിലും അതിനുശേഷം വന്നിട്ടുള്ള വാജ്പേയിയുടെ കാലത്ത് പോലും അത് ഒരു പരിധി വരെ അത് ഫോളോപ്പ് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ഇപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ രണ്ട് ചോദ്യം എന്നാണ് എൻ്റെ ചോദിക്കാറുള്ളത്. ഒന്ന്, ചുരൽമലയിൽ ദുരിതാശ്വാസ പ്രവർത്തനത്തിന് കേന്ദ്രം അതിന് അവിടെ പ്രവർത്തിച്ചതിന് അതിന് പൈസ ഈടാക്കി, ഹെലികോപ്റ്റർ വാടക വരെ സൈന്യത്തിൻ്റെ. പിന്നെ ഒന്ന് ഈ ചോദ്യമാണ്, നമ്മൾ ആരുടെ കയ്യിൽ നിന്ന് എണ്ണ വാങ്ങിക്കുന്നത് തീരുമാനിക്കേണ്ടത് അമേരിക്കയല്ല, അത് നമ്മൾ ഇന്ത്യക്കാരായിട്ടുള്ള ഇന്ത്യൻ പാർലമെൻറ്റിലെ ഭൂരിപക്ഷമുള്ള ഗവൺമെൻറ്റാണ് തീരുമാനിക്കുന്നത്. ഈ രണ്ട് ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. യെസ്, എല്ലാ ജനസഭകളിലും ഉയർന്നു വരുന്ന ചോദ്യങ്ങളാണ് ഇത്. അമേരിക്കയ്ക്ക് വരെ എണ്ണ ഇതിലൂടെ കൊണ്ടുപോകാനുള്ള സാധിക്കാത്ത സമയത്ത് നിങ്ങൾ പത്രം വായിക്കുന്നുണ്ടാവുമല്ലോ. ഇപ്പോൾ യുദ്ധം നടക്കുന്നതിൻ്റെ സമയമാണ്. ആ സമയത്തൂടെ നമ്മുടെ ഹോർമൂസ് കടലിടുക്കിലൂടെ നിങ്ങൾ കണ്ടിട്ടായിരിക്കും, ലോകരാജ്യങ്ങൾക്ക് ആർക്കും തന്നെ ഒരു കപ്പൽ പോലും കടത്തിവിടാൻ പറ്റാത്ത ഈ സാഹചര്യത്തിൽ ഇന്ത്യയുടെ കപ്പലുകൾ എണ്ണ നിറച്ച് വരുമ്പോൾ അതുമാത്രം കടന്നുപോയിക്കോളൂ എന്ന് പറയുന്നത് ഇതേ ഇറാനാണ്. ഭാരതത്തിനോട്, ഇന്ത്യയോട്, ഇന്ത്യൻ പ്രധാനമന്ത്രിയോട്, ഈ രാജ്യം ഭരിക്കുന്ന സർക്കാരിനോട് അങ്ങേയറ്റത്തെ ബഹുമാനമുണ്ട്, ഇന്ത്യൻ ജനതയോട് ബഹുമാനമുണ്ട്. അതാണ് BJP സർക്കാരിൻ്റെ നയതന്ത്രം എന്ന് പറയുന്നത്. റഷ്യയിൽ നമ്മൾ എണ്ണ വാങ്ങുന്നുണ്ട്, നമ്മൾ നിർത്തിയിട്ടൊന്നുമില്ല. അത് ഞാൻ പറഞ്ഞോട്ടെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ വരുന്ന വാർത്തകളല്ല അടിസ്ഥാനമാക്കേണ്ടത്. ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇപ്പോഴും നിർത്തിയിട്ടില്ല, അത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. മാത്രവുമല്ല, ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്ന് എന്തൊക്കെ വാങ്ങണമെന്ന് തീരുമാനിക്കുന്ന നമ്മളാണ്. ഒരേ സമയത്ത് ഇറാനോട് സൗഹൃദവും അതേ സമയത്ത് അറേബ്യൻ രാജ്യങ്ങളിലെ ഇന്ത്യയുടെ നയതന്ത്രത്തെ ചോദ്യം ചെയ്യാൻ നമുക്കാർക്കും സാധ്യമല്ല. അതുകൊണ്ട് തന്നെയാണ് ലോകരാജ്യങ്ങൾക്കുള്ളിൽ ഇന്ത്യക്കിന്ന് വലിയ പ്രാധാന്യമുള്ളതും. പിന്നെ ചൂരൽമലയുടെ കാര്യം പറഞ്ഞത്, കേന്ദ്ര സർക്കാർ കൊടുത്ത 563 കോടി രൂപ എന്താണ് നമ്മുടെ സംസ്ഥാന സർക്കാർ ചെയ്തത്? മറ്റേ ഹെലികോപ്റ്ററിൻ്റെ വാടകയും മറ്റൊക്കെ സാധാരണ സർക്കാരുകളുടെ നടപടിക്രമങ്ങളാണ്. അതിനെയൊന്നും വലിയ ഇഷ്യൂ ആയിട്ട് നമ്മൾ കാണുന്നില്ല. സ്വാഭാവികമായ നടപടിക്രമം അതെല്ലാ കാലത്തും നടക്കുന്നതാണ്. പക്ഷെ മറിച്ച് നമ്മുടെ രാജ്യത്ത്, നമ്മുടെ ചൂരൽമലയിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് ഒരു കുടുംബത്തിന് 50 ലക്ഷം രൂപ വെച്ച് കൊടുത്താൽ തന്നെ അവർക്ക് 10 സെൻറ്റ് ഭൂമിയും വീടുമായി. പക്ഷെ അത് ഇന്നേ വരെ കൊടുത്തു കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും അവിടെ ടൗൺഷിപ്പിന് നിർമ്മാണം നടക്കുന്നതല്ലേ, നിർമ്മാണോദ്ഘാടനം നടത്തിയത് ജനങ്ങളുടെ കയ്യിലേക്ക് താക്കോല് കൈമാറാൻ സാധിച്ചിട്ടുണ്ടോ? കൊല്ലം എത്രയായി ചൂരൽമലയിൽ അപകടം നടന്നിട്ട്? അതുകൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ കിട്ടിയ പണം, കേന്ദ്ര സർക്കാർ കൊടുത്തുൾപ്പെടെയുള്ള പണം എന്തു ചെയ്തുവെന്ന് ആദ്യം ഈ തെരഞ്ഞെടുപ്പിൽ പറയേണ്ടത് CPM ഭരിക്കുന്ന LDF സർക്കാരാണ്, പിണറായി സർക്കാരാണ്. ഇവിടെ ബാലേന്ദ്രൻ ഉൾപ്പെടെയുള്ള MLA-മാരെ മറുപടി പറയണം. നിങ്ങൾ എവിടെയായിരുന്നു? കിട്ടിയ പണം വിനിയോഗിക്കുകയാണെങ്കിൽ ആ പാവങ്ങൾക്ക് ഇന്ന് വീടുണ്ടായനല്ലേ? നിങ്ങൾ എവിടെയായിരുന്നു? അതുകൊണ്ട് കിട്ടിയ പണം വിനിയോഗിക്കാൻ അറിയാത്ത ഒരു സർക്കാർ ഇനി വേണ്ടെന്നാണ്. ഇനിയൊരു ദുരിതം ഉണ്ടാവരുത് കേരളത്തിൽ നിന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അഥവാ ഉണ്ടായാൽ അതിനെ പരിഹരിക്കാൻ പറ്റാത്ത എന്ത് സർക്കാർ ഇവിടെ കേരളത്തിൽ ഉണ്ടായിരുന്ന കാര്യം. അതുകൊണ്ടാണ് BJP പറയുന്നത് മാറ്റം വേണമെന്ന്, ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ വേണമെന്ന്. നരേന്ദ്രമോദി കൊടുക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പണം നികുതി പണമാണ്. ആ പണം ഉപയോഗിച്ച് സംസ്ഥാനത്ത് അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ ഉണ്ടാകണം. അതാണ് BJPയുടെ ലക്ഷ്യം. അതാണ് BJP ജനങ്ങളോട് പറയുന്നത്. പത്മജയ്ക്ക് ഞങ്ങൾ വോട്ട് ചോദിക്കുന്നതും ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ ഉണ്ടാക്കാനുള്ള അതിൻ്റെ തുടക്കം തൃശ്ശൂരിൽ എണ്ണാൻ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നത്. ഒരു കാര്യം ശ്രീ പ്രിൻസ്, അതായത് ഈ ചൂരൽമല ദുരന്തം നടന്ന സമയത്ത് സംസ്ഥാന സർക്കാർ ജീവനക്കാർ, അതുപോലെ അധ്യാപകർ, മനുഷ്യസ്നേഹികൾ എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ഞാൻ മനസ്സിലാക്കുന്ന ഏകദേശം ഒരു 750 കോടി രൂപ കിട്ടിയെന്നാണ് മനസ്സിലാക്കുന്നത്, അല്ലേ? അപ്പോൾ 750 കോടിയൊന്നും വേണ്ട, ഒരു 200-250 കോടി കൊണ്ട് തന്നെ അവിടെ ആ ടൗൺഷിപ്പ് പണിയാമായിരുന്നു. ആ പണം എന്തുകൊണ്ട് ഇത്രയും കാലം ഉപയോഗിച്ചില്ല? ഇപ്പോൾ നോക്കൂ, തിരഞ്ഞെടുപ്പ് അടുത്ത സമയത്താണ് അങ്ങനെ ഒരു ടൗൺഷിപ്പ് അവിടെ വന്നത്. പക്ഷേ എപ്പോഴും കുറ്റം പറയുന്നത്
കേന്ദ്ര സർക്കാർ ഒന്നും ചെയ്തില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഒരു സ്വയം വിലയിരുത്തൽ നടത്തേണ്ട സമയം കൂടിയല്ലേ ഇത്? യെസ്, അത് വിലയിരുത്താം. അതായത് മിനിഞ്ഞാന്നാണ് നിർമ്മല സീതാരാമൻ പറഞ്ഞത് 263 കോടി രൂപ അനുവദിച്ചിട്ട് അത് കേരള ഗവൺമെൻറ് വാങ്ങിയില്ല എന്ന്. അത് അനുവദിച്ചു, അതിൽ കിട്ടിയെന്നല്ല. അദ്ദേഹം വളരെ തെറ്റിദ്ധാരണ പരത്താണ്. 563 വാങ്ങാത്തത് ഇത് ഞാൻ പറയട്ടെ, ഞാൻ ഇടയിൽ ചോദിച്ചല്ലോ, ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് 563 കോടി രൂപയാണ് അനുവദിച്ചതെന്ന് പറഞ്ഞത്. ഇന്നലെ പിന്നെ നിർമ്മല സീതാരാമൻ്റെ ഒരു പത്രപ്രസ്താവന കണ്ടത് 263 കോടി രൂപ അനുവദിച്ചു, അതെടുത്തില്ല എന്നുള്ളതാണ്. അതിൻ്റെ പ്രോസസ്സിനെ സംബന്ധിച്ച് ഇതുവരെ കേരള സംസ്ഥാന ഗവൺമെൻറ്റിലേക്ക് അയച്ചിട്ടില്ല. പിന്നെ യുള്ള മനുഷ്യർ പണം കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അത് കൊടുക്കരുതെന്ന് പറഞ്ഞ രണ്ട് മുന്നണികളാണ്. ഒന്ന് BJP മുന്നണിയും അതുപോലെ തന്നെ കോൺഗ്രസ് മുന്നണിയും. എന്ന് പറഞ്ഞാൽ അവരൊന്നും നല്ല മനുഷ്യരല്ല. കൊടുക്കരുത് എന്ന് പറഞ്ഞ ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം സംഭാവന ചെയ്യാനുള്ള പിന്നെ സമ്മതപത്രം അടക്കമുള്ളത് പൊതുജനത്തിൻ്റെ മുമ്പിൽ കത്തിച്ച് അത് റീലായിട്ടിട്ട് 1 രൂപ കൊടുക്കരുത്, MLA കൊടുക്കരുത്, MP കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള കേരളത്തിലെ നല്ല മനുഷ്യരും ഇടതുപക്ഷ പ്രവർത്തകരും ഞങ്ങളൊക്കെ ആക്രിപടയ്ക്കും ഞങ്ങളുടെ ശമ്പളത്തിൻ്റെ കൃത്യം പിന്നെ ഒരു മാസത്തെ ശമ്പളമൊക്കെ കൊടുത്തിട്ടാണ് ഈ 750 കോടി എന്നതിലേക്ക് എത്തിയത്. എന്ന് മാത്രമല്ല, ഒറ്റ ദിവസം കൊണ്ടാണോ ടൗൺഷിപ്പ് ഉണ്ടാവുന്നത്? ഇത് വന്നതിന് ശേഷം സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട് ടൗൺഷിപ്പ് ഉണ്ടാകുമ്പോൾ നിശ്ചയമായ സ്ഥലം വേണം. ആ സ്ഥലം പെട്ടെന്ന് ഒരു ദുരന്തത്തെ അതിജീവിക്കാൻ കഴിയുന്ന തരത്തിലുള്ള സ്ഥലമാവണം, ദുരന്തമുണ്ടാകാത്ത സ്ഥലമാവണം. ആ സ്ഥലങ്ങൾ കണ്ടെത്തിയപ്പോൾ തന്നെ ആ സ്ഥലത്തിൻ്റെ ഉടമസ്ഥന്മാർ കേസിന് പോയി. ആ കേസ് 6 മാസം കഴിഞ്ഞിട്ടാണ് ഹൈക്കോടതിയിൽ നിന്ന് ആ കേസ് ജയിച്ച് ഹൈക്കോടതിയിൽ കോടതി പറഞ്ഞ പണം കെട്ടിവെച്ചിട്ടാണ് പിന്നെ അതിൻ്റെ നിയമപരമായിട്ട് സ്ഥലം കൈമാറ്റം ചെയ്യുന്ന നടപടികൾ. അത് കഴിഞ്ഞ് ഈ പറയുന്ന 387 വീട് അവിടെ പണിയാവുന്ന ഒറ്റ രാത്രി കൊണ്ട് ഇത് പിന്നെ മാജിക് ഒന്നല്ലോ, അത് വളരെ കൃത്യമായി ആസൂത്രണം ചെയ്തിട്ടുള്ള വീടാണ്. ഒരു ടൗൺഷിപ്പ് എന്ന് പറയുമ്പോൾ ആ ടൗൺഷിപ്പിന് ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും ഉണ്ടാക്കിക്കൊണ്ടാണ് ഇപ്പോൾ അവിടെ നടപടികളിലേക്ക് പോകുന്നത്. അപ്പോൾ കോൺഗ്രസ് 350 കോടി രൂപയൊക്കെ പിരിച്ചു എന്ന് ചില മാധ്യമങ്ങളിൽ വരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ പിരിച്ച കാശ് എൻ്റെയും സണ്ണി ജോസഫിൻ്റെയും അക്കൗണ്ടിൽ സംയുക്തമായിട്ടുണ്ട് എന്നാണ് കോൺഗ്രസ് പിന്നെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത്. ഇപ്പോൾ അദ്ദേഹം 2 പേരും സംസ്ഥാനത്തെ നിയമസഭയിലേക്ക് മത്സരിക്കുന്നുണ്ട്. 2 പേരും സത്യവാങ്മൂലം കൊടുത്തപ്പോൾ കയ്യിലുള്ള അക്കൗണ്ടിനെ സംബന്ധിച്ച് രൂപയെ സംബന്ധിച്ചുള്ള സത്യവാങ്മൂലത്തിൽ 1 നയാ പൈസ ഈ കാര്യത്തിൽ അക്കൗണ്ടിലുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുന്നില്ല. അത് AICC പുറത്തുവിട്ടിട്ടുള്ള അവരുടെ അക്കൗണ്ടിനെ സംബന്ധിച്ചുള്ള കാര്യത്തിലും ഇതുമായി ബന്ധപ്പെട്ട പൈസയില്ല. ഈ പൈസയെല്ലാം ഈ നാട്ടിലെ സാധാരണ മനുഷ്യൻ്റെ മുമ്പിൽ കൈനീട്ടി പിരിച്ച ഈ ചൂരൽമലയിൽ മരിച്ചു വീണ പാവപ്പെട്ട മനുഷ്യരുടെ ശവശരീരം കാണിച്ചിട്ട് പിരിച്ചെടുത്തു കൊണ്ടുപോയ പണം എവിടെ എന്നാണ് കേരളം ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, അതാ ചൂരൽമലയ്ക്ക് വേണ്ടി പിരിഞ്ഞു കിട്ടിയ ഈ 750 കോടിയില്ലേ, അതെ, അത് കൃത്യമായി വിനിയോഗിക്കും. 1 നയാ പൈസ ഇല്ലാതെ അതിൻ്റെ പ്രവർത്തനങ്ങൾ കഴിയുമ്പോൾ അത് വിനിയോഗിക്കും. അത് ആ മേഖലയ്ക്ക് മാത്രമായിട്ട്, ആ ടൗൺഷിപ്പിന് മാത്രമായിട്ടാണ് പിരിച്ച പണം ഉപയോഗിക്കുക. കാരണം ഈ പ്രളയ ദുരന്ത പിന്നെ ദുരിതാശ്വാസത്തിൽ നിന്നൊക്കെ തട്ടിപ്പ് നടത്തിയ കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ചോദിക്കുന്നത് വേറെ വഴികളെല്ലാം പോയോ ആശങ്ക. മാത്രമല്ല, അതിനകത്ത് LDF-ന്റെ ഘടകകക്ഷി നേതാക്കന്മാരുടെ കുടുംബത്തിന് സഹായം കൊടുക്കാൻ വേണ്ടി ഞാൻ പറയട്ടെ, ഈ എത്ര പണം വന്നിട്ടുണ്ട്, ആരൊക്കെ അത് സംഭാവന ചെയ്തിട്ടുണ്ട് എന്ന് കൃത്യമായും മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിൻ്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇനി അതുമല്ലെങ്കിൽ ഒരു 10 രൂപ കൊടുത്ത് വിവരാവകാശ നിയമപ്രകാരം നിങ്ങളൊരു അപേക്ഷ കൊടുത്താൽ ആവശ്യമായ ഡോക്യുമെൻറ്റിന് പിന്നെ പൈസ കൂടി അടച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിൻ്റെ കണക്ക് ഈ നാട്ടിലിരിക്കുന്ന ഏത് മനുഷ്യൻ്റെ മുമ്പിലേക്കും ആ കണക്ക് വരും. അല്ല, എനിക്ക് പറയാം. അതിനകത്ത് ആദ്യം LDF-ന്റെ പ്രതിനിധി നേരത്തെ സംസാരിച്ച സമയത്ത് ഒല്ലൂർത്തെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് വസ്തുതാവിരുദ്ധമായൊരു പരാമർശം നടത്തുകയുണ്ടായി. അതിനകത്ത് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഒല്ലൂർത്തെ LDF-ന്റെ സ്ഥാനാർത്ഥി കേരളത്തിൻ്റെ മന്ത്രിസഭയിലെ 2ാമനായിരുന്ന റവന്യൂ മന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ വകുപ്പുമായി ബന്ധപ്പെട്ട് ഡിജിറ്റൽ സർവേ നടത്തുന്നതിന് വേണ്ടിയിട്ട് 339 കോടി രൂപയുടെ സാമഗ്രികൾ വാങ്ങി. ഒരു ടെൻഡർ നടപടി പോലും പാലിക്കാതെ 139 കോടി രൂപയുടെ ഡിജിറ്റൽ ഉപകരണങ്ങൾ വാങ്ങിയതുമായി ബന്ധപ്പെട്ട് അതിൽ നടപടികൾ പാലിച്ചില്ല എന്നുള്ള റിപ്പോർട്ട് ഈ കേരള സർക്കാരിൻ്റെ കീഴിലുള്ള വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റാണ് റിപ്പോർട്ട് പുറത്തു വന്നത്. ആ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കേസാണ് ഹൈക്കോടതിയിൽ നിൽക്കുന്നത്. അതൊരു മാധ്യമത്തിൽ തെറ്റായി ടൈപ്പ് ചെയ്ത് വന്നതിൻ്റെ പേരിലുണ്ടായ ഒരു വിഷയത്തെ ഇടതുപക്ഷം വളരെ കൃത്യമായി സ്ഥാനാർത്ഥിയെ ഉപയോഗിക്കുകയാണ് ചെയ്തത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആ കേസ് ഹൈക്കോടതിയിൽ തള്ളിക്കളഞ്ഞിട്ടില്ല. 339 കോടി രൂപയുടെ
കൃത്യമായ അഴിമതി നടന്നിട്ടുണ്ട്. അതിൽ 300ഓളം താൽക്കാലിക ജീവനക്കാരെ നിയമിച്ചതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പാലിച്ചിട്ടില്ല. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ അഴിമതിയാണ് റവന്യൂ വകുപ്പിൽ നടന്നിട്ടുള്ളത്. ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും കേരളത്തിന്റെ റവന്യൂ മന്ത്രി LDFന്റെ സ്ഥാനാർത്ഥി കൃത്യമായി കണക്ക് പറയേണ്ടി വരും, നിയമത്തിന്റെ മുന്നിൽ വരേണ്ടി വരുമെന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇനി അടുത്തൊരു വിഷയം ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ടാണ്. 752 കോടി രൂപയാണ് സർക്കാരിന്റെ കണക്ക് പ്രകാരം ഇവിടെ നാട്ടിലെ പാവങ്ങൾ അവരുടെ നികുതി പണത്തിൽ നിന്ന് മാറ്റിവെച്ച് ഈ UDFന്റെ ഐക്യജനാധിപത്യ മുന്നണിയുടെ ജനപ്രതിനിധികളടക്കം കോൺട്രിബ്യൂട്ട് ചെയ്തതിന്റെ ഭാഗമായി പിരിച്ചു കണ്ടെത്തിയത്. ആ 752 കോടി രൂപ 412 ഉപഭോക്താക്കളെയാണ് സർക്കാർ കണ്ടെത്തിയത്. അതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ പാവങ്ങൾ സമരം ചെയ്യേണ്ട ഗതികേട് ഈ കേരളത്തിലുണ്ടായി. അങ്ങനെ 412 ഉപഭോക്താക്കളെ കണ്ടെത്തി. അതിൽ 179 ആളുകൾക്കുള്ള വീടാണ് ഇപ്പോൾ വിതരണം ചെയ്തിട്ടുള്ളത്. നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടത്, ഈ വീടൊക്കെ നിർമ്മിച്ചതാരാ? ഊരാളുങ്കൽ സൊസൈറ്റിയാണ്. ഈ ഖജനാവിൽ നിന്ന് എടുക്കുന്ന ഈ പണം ഏതെങ്കിലും ഒരു ഊരാളുങ്കൽ സൊസൈറ്റിക്ക് കൊടുത്ത് നിർമ്മാണം നടത്താൻ പറ്റുമോ? അതിന് നടപടിക്രമങ്ങളിൽ അത് ടെൻഡർ വിളിക്കേണ്ടേ? ആ ടെൻഡർ വിളിച്ചിട്ട് വേണ്ട ഒരു സൊസൈറ്റി നിർമ്മാണത്തിന് കൊടുക്കാൻ. യാതൊരു നടപടിക്രമങ്ങളും പാലിക്കാതെ ഊരാളുങ്കൽ സൊസൈറ്റി, പിണറായി വിജയന്റെ ബിനാമി കമ്പനിയായ ബിനാമി സൊസൈറ്റിയായ ഊരാളുങ്കൽ സൊസൈറ്റി നിർമ്മാണ ചുമതല കൊടുത്ത് 300 കോടി രൂപയാണ് അവർ കൈമാറിയിട്ടുള്ളത്. നിങ്ങളൊന്ന് ആലോചിക്കണം. സർക്കാർ പുറത്തുവിട്ട കണക്ക് പ്രകാരം 23 ലക്ഷം രൂപയാണ് മാക്സിമം ഒരു വീടിനുള്ള നിർമ്മാണ ചെലവ് വന്നിട്ടോ. ഇനി ബാക്കിയുള്ള സൗകര്യങ്ങൾക്ക് വേണ്ടി ഒരു 20 കോടി കൂടി മാറ്റി വെച്ചോ, 100 കോടി കൂടി ചിലവാക്കി ബാക്കി 200 കോടി രൂപ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് വേണ്ടി അങ്ങോട്ട് അട്ടിമറിച്ച് കൊടുത്ത ആൾക്കാരാണ് ഇപ്പോൾ ഈ കണക്കും പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കാൻ വരുന്നത്. 752 കോടി രൂപ, അതിന് കൃത്യമായി കണക്ക് പറയേണ്ടി വരും. നിങ്ങൾ എത്രമാത്രം വൈകാരികമായി ഈ വിഷയത്തെ ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ഇന്നാട്ടിലെ സാധാരണക്കാർ, പാവങ്ങൾ, തൊഴിലാളികൾ അവരെ കൂലിപ്പണത്തിൽ നിന്ന് പോലും മാറ്റിവെച്ച് കണ്ടെത്തി നൽകിയ തുകയാണ്. ഇനി അതുമാത്രമല്ല, കർണാടക സർക്കാർ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള കർണാടക സർക്കാർ 10 കോടി കൊടുത്തത് ഈ കേരളത്തിൽ ചൂരൽമലയുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. കോൺഗ്രസ് ഇപ്പോൾ വീട് വെച്ച് കൊടുക്കും ചൂരൽമലയിൽ. കോൺഗ്രസ് നേരത്തെ ഇവിടെ LDFന്റെ പ്രതിനിധി സൂചിപ്പിക്കുകയുണ്ടായി, സർക്കാരിന് തന്നെ ഭൂമി കണ്ടെത്താൻ 1.5 വർഷത്തോളം വേണ്ടി വന്നു. അതാണോ തടസ്സം? അല്ല, അത് മാത്രമല്ല സർക്കാർ ഞാൻ പറയട്ടെ. ഇതുമായി ബന്ധപ്പെട്ട് നമ്മളോട് സർക്കാർ പറഞ്ഞിരുന്നത് നമുക്ക് സ്ഥലം അവർ തരും, വീട് നിങ്ങൾ നിർമ്മിച്ച് നൽകിയാൽ മതി എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അവസാന ഘട്ടം എത്തിയപ്പോൾ അവർ പറയുകയാണ് ഭൂമി ലഭിക്കാനില്ല, സർക്കാരിന് തന്നെ ഭൂമി ലഭിക്കാൻ ബുദ്ധിമുട്ടാണ്. അവിടുത്തെ പ്രശ്നം ഭൂരിപക്ഷം ഏരിയകളും ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട് മറ്റ് നിബന്ധനകളൊക്കെയുള്ള കാരണം കൊണ്ട് കെട്ടിട നിർമ്മാണത്തിന് ഒരുപാട് പരിമിതികളുണ്ട്. എന്നിരുന്നാൽ പോലും ഇപ്പോൾ കോൺഗ്രസ് ആദ്യത്തെ ഘട്ടത്തിൽ 50 വീടുകൾ പണിതിനുള്ള സ്ഥലം വാങ്ങി അതിന്റെ കല്ലിടൽ കടമം കഴിഞ്ഞു. എത്രയും പെട്ടെന്ന് സമയബന്ധിതമായി തന്നെ പിരിച്ചതൊക്കെ ഉണ്ട്, കോൺഗ്രസിന്റെ പിരിച്ചതൊക്കെ ഉണ്ട്, യാതൊരു സംശയവും വേണ്ട. ആരുടെ ഒരാളുടെ കീശയിലും ഉറപ്പിക്കാം. ശരി മാഷേ, ഇവിടെ നേരത്തെ CPIയുടെ പ്രതിനിധി പറഞ്ഞ തെറ്റാണ്. BJPയുടെ പ്രതിനിധികളോ BJPയുടെ പാർട്ടി നേതാക്കളൊന്നും ഈ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പണം കൊടുക്കേണ്ടത് ആരോടും പറഞ്ഞിട്ടില്ല. അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ വരരുത്. ഞങ്ങളുടെ സർക്കാരിൻ്റെ ഭാഗമുള്ള BJP സർക്കാരിൻ്റെ ഭാഗമുള്ള UP സർക്കാർ മാത്രം 10 കോടി രൂപ കൊടുത്തിട്ടുണ്ട്. ഗുജറാത്ത് സർക്കാർ കൊടുത്തിട്ടുണ്ട്, ബീഹാറുകൾ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഭരിക്കുന്ന നിങ്ങൾ ചാണക സർക്കാർ എന്ന് വിളിച്ച് കളിയാക്കുന്ന UP സർക്കാർ ആദിത്യ യോഗിയുടെ സർക്കാരാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ആ നയിക്കുന്നത് BJP നേതാക്കളാണ്. ഉണ്ടായ ദുരന്തത്തെ അംഗീകരിച്ചുകൊണ്ട് അതിന് സഹായിക്കാൻ തയ്യാറായിട്ടുള്ള പാർട്ടിയാണ്. പാർട്ടി ഉണ്ടായിട്ടാണല്ലോ മുഖ്യമന്ത്രി ഉണ്ടാവുന്നത്. അതുകൊണ്ട് BJPയുടെ സർക്കാർ, കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളും നാട്ടിലെ മുഴുവൻ BJP പ്രവർത്തകരും സഹപ്രവർത്തകരും എല്ലാവരും ഈ ചൂരൽമല ദുരന്തത്തിനെ അതിനെ മറികടക്കാൻ വേണ്ടുന്ന ഇടപെടലുകളാണ് എല്ലാ സമയത്തും നയിച്ചിട്ടുള്ളത്. അതിനെ ജനങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷേ പറഞ്ഞു തീർന്ന് ഇത്രയേ ഉള്ളൂ, നിങ്ങൾ ഈ 756 കോടി രൂപ കിട്ടിയിട്ട് 200 വീട് വെച്ച് കൊടുക്കാൻ 50 ലക്ഷം രൂപ വെച്ച് ചിലവാക്കിയാലും 400 വീട് വെച്ച് കൊടുക്കാൻ ബാക്കി 200 കോടി കഴിഞ്ഞാൽ 500 ചില്ലാനം കോടി റുപ്യുണ്ട്. നിങ്ങൾ ഈ 550 കോടി രൂപ എന്തു ചെയ്തു എന്ന് ജനങ്ങളോട് പറയണം. ഇപ്പോഴും അവർ താമസിക്കുന്ന വാടക വീടുകളാണ്, വാടക കൊടുക്കുന്നുമില്ല. കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടത് 2000-ൽ പരം കോടി രൂപയല്ലേ ഇതിനു വേണ്ടി, അല്ലേ? DPR പോലും ഇവർ കൊടുത്തില്ലെന്ന് പറയും. അല്ല, ഇതൊരു കാര്യം പറയട്ടെ. ഒറ്റയടിക്ക് ഈ ആളുകൾക്ക് 752 കോടി രൂപ പിരിഞ്ഞു കിട്ടിയത് പങ്കുവെച്ച് കൊടുക്കണം എന്നാണോ അദ്ദേഹം പറഞ്ഞത്? അങ്ങനെയല്ലല്ലോ. ഒരു ടൗൺഷിപ്പ് എന്ന് പറഞ്ഞാൽ അതൊരു ലോകത്തിന് തന്നെ മാതൃകയാകുന്ന തരത്തിലുള്ള എല്ലാവിധ ആധുനിക സൗകര്യങ്ങളുള്ള, അടുക്കുചാല അടക്കം കേന്ദ്രീകൃതമായിട്ടുള്ള, സിവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് അടക്കം, STP അടക്കം പിന്നെ കേന്ദ്രീകൃതമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളുള്ള, അതുമായി ബന്ധപ്പെട്ട
പിന്നെ അനുബന്ധ സൗകര്യങ്ങളെല്ലാം ഉള്ള ഒരു ടൗൺഷിപ്പാണ്. അല്ല സഖാവ്, അവിടെയാണ് പറയുന്നത്. അതായത് അല്ല, 750 രൂപ സർക്കാരിന് ലഭിച്ചു. ഇപ്പൊ ചെലവാക്കിയത് ഏകദേശം 200 കോടി രൂപയാണ്. നിങ്ങൾ ആവശ്യപ്പെട്ടത്, കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടത് 2000 കോടി രൂപയാണ്. അത് പക്ഷേ 200 കോടിയില്ല, 300 കോടി ഓൾറെഡി ഊരാളുങ്കൽ സൊസൈറ്റി കൊടുത്തു കഴിഞ്ഞു. പക്ഷെ അത്രയും ചെലവായിട്ടില്ല. ഞാൻ പറയട്ടെ, കണക്ക് ആർക്കെങ്കിലും പണം കൊടുക്കാൻ കഴിയുമോ ഇത്തരം സൊസൈറ്റികൾക്ക്? ഇവിടെ ഊരാളുങ്കലിന്റെ സ്വഭാവം എല്ലാവർക്കും അറിയാം. ഊരാളുങ്കൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഞാൻ പറയട്ടെ, ഈ അടുത്ത കാലത്ത് സുപ്രീം കോടതി വരെ ചില കോൺട്രാക്ടർമാർ പോയി ഊരാളുങ്കലിന് പ്രത്യേകമായിട്ടുള്ള പിന്നെ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കരുത്, ഊരാളുങ്കൽ ഇതുമായി ബന്ധപ്പെട്ട ആ കേസിൽ ഊരാളുങ്കലിന് അനുകൂലമായിട്ടാണ് സുപ്രീം കോടതിയുടെ വിധി വന്നത്. നിങ്ങൾ ആരെങ്കിലും അത് വായിച്ചിട്ടുണ്ടോ? ആശുപത്രികളുടെ നിർമ്മാണം നടത്തുന്നു. പലരും ഇട്ടുപോയിട്ടുള്ള പല പദ്ധതികളും ഏറ്റെടുത്ത് വളരെ മനോഹരമായി പൂർത്തീകരിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്. അല്ല, പക്ഷെ അതിൽ ചില ടെൻഡർ നടപടിക്രമങ്ങളൊക്കെ ചില കാര്യങ്ങൾ ഇവിടെ കേരളത്തിൽ എന്ത് നിർമ്മാണ പ്രവർത്തനങ്ങളുണ്ട് അപ്പോൾ ഊരാളുങ്കലിനെ കൊടുക്കുന്നത്. ഊരാളുങ്കൽ നിങ്ങളുടെ ഒരു സഹോദര കേരളത്തിൽ ഇപ്പൊ കേരളത്തിന്റെ എത്ര കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടന്നിട്ടുണ്ട്? അതിലൊരു 5% പോലും ഊരാളുങ്കലിനുണ്ടോ? ഊരാളുങ്കൽ കൃത്യമായിട്ട് കാശ് കൊടുക്കുന്നുണ്ട്. പാവപ്പെട്ട കരാറുകാർ കുടിശ്ശികയുടെ മേൽ കുടിശ്ശിക വലിയ ദുരന്തത്തിലാണ്. ദുരിതാശ്വാസ ഫണ്ടല്ലേ ഇത് ഏതെങ്കിലും ഏജൻസിയെ ഏൽപ്പിച്ചിട്ട് ആ ഏജൻസിയുടെ സൗകര്യത്തിന് വീട് നിർമ്മിച്ചു കൊടുക്കാനല്ല. ആ വീട് വിട്ടിറങ്ങിയവര്, വീടും കുടുംബം നാട്ടുകാരും നഷ്ടപ്പെട്ടിറങ്ങിയവർക്ക് വീട് വെക്കാനുള്ള പണം 50 ലക്ഷം രൂപ അവർക്ക് സാറ് ദുരിതാശ്വാസം ആർക്കാ കൊടുക്കുക? അതിന് നേരിട്ട് നഷ്ടപ്പെട്ടവർക്കല്ലേ കൊടുക്കുക. എന്തുകൊണ്ട് സർക്കാരിന് അവർക്ക് 50 ലക്ഷം രൂപ കൊടുത്തുകൂടാ? സ്ഥലം കണ്ടെത്താനും വീട് വെക്കാൻ അവർക്കറിയാമെന്ന്. എന്നാൽ ഇന്ന് അവർ വീട് വെച്ച് താമസിച്ചേനെ 2 വർഷമാണ്. ഒരു സുഹൃത്ത് ഒരു കാര്യം പറയട്ടെ, ഒരു മനുഷ്യന് വീട് വെക്കാൻ 2 വർഷമൊന്നും വേണ്ട. ആരോടാ നിങ്ങൾ ഈ പറയുന്നത്? 6 മാസം ഉണ്ടായാൽ യുദ്ധകാലടിസ്ഥാനത്തിൽ നമുക്ക് വേണമെങ്കിൽ നമ്മൾ വീട് വെക്കും. ഞാൻ ചോദിക്കുന്നത്, എന്റെ വീടാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്, നഷ്ടപ്പെട്ടവന് പണമാണ് ചോദിക്കുന്നത്, നഷ്ടപരിഹാരമാണ്. അത് കൊടുക്കേണ്ടത് സർക്കാരിന്റെ ബാധ്യതയാ. അത് കൊണ്ടുകൊടുക്കേണ്ട ഏജൻസിയുടെ കയ്യിലല്ല, അവന്റെ കമ്മീഷനായിട്ടല്ല കൊടുക്കേണ്ടത്. വീട് നഷ്ടപ്പെട്ട് നേരിട്ടായിരുന്നു കൊടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ അവർ 50 ലക്ഷം രൂപ കിട്ടുകയാണെങ്കിൽ ഭൂമി വാങ്ങി വീട് വെച്ച് ഇന്നവർ മര്യാദയ്ക്ക് ജീവിച്ചേനെ. ഇപ്പൊ 2 വർഷം തികഞ്ഞിട്ടും വാടക വീട്ടിൽ കിടക്കാൻ പോലും കറ്റാൽ കിടക്കുക. വാടക ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് LDF സർക്കാർ നടത്തിയിട്ടുള്ളത്. പാവപ്പെട്ട ജനങ്ങൾക്ക് വീട് നഷ്ടപ്പെട്ടു, ജീവൻ നഷ്ടപ്പെട്ടു, നേരിട്ട് അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാതെ ഇന്നും ഏജൻസിയെ ഉപയോഗിച്ച് വീണ്ടും കമ്മീഷൻ അടിച്ചുകൊണ്ട് നടത്തുന്ന ഈ പ്രവർത്തനത്തെ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ചോദ്യം ചെയ്യും. അത് മറക്കണ്ട. ആദ്യം തന്നെ ഞാൻ ഇതിന് മറുപടി പറയാം. അതായത് ഈ 2 കൂട്ടരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ദുരന്തമുണ്ടായതിനു ശേഷം അവിടേക്ക് ഗവൺമെൻറ് വളരെ കൃത്യമായി ഇറങ്ങിച്ചെല്ലുകയും ഈ ആളുകളെ മുഴുവൻ വിളിച്ചുകൂട്ടി എങ്ങനെയാണ് ഇനി തുടർ പ്രവർത്തനങ്ങൾ വേണ്ടത് എന്ന് അവരോട് ചോദിച്ചപ്പോൾ ഈ ചൂരൽമലയിലും മുണ്ടക്കയിലുമുള്ള മനുഷ്യരാണ് പറഞ്ഞത്, ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചിരുന്നവരാണ്, ഞങ്ങൾ ബന്ധുക്കളും സുഹൃത്തുക്കളും അയൽക്കാരുമായി ഞങ്ങൾ ഒരു സ്ഥലത്ത് ജീവിച്ചിരുന്നവരാണ്, ഞങ്ങൾക്ക് ഇങ്ങനെ പിരിഞ്ഞു പോകാൻ ആഗ്രഹമില്ല, ഞങ്ങൾക്ക് ഒരു പ്രദേശത്താണ് താമസിക്കേണ്ടത്, സർക്കാർ തന്നെ മുൻകൈയെടുത്ത് അതിനാവശ്യമായ സ്ഥലം കണ്ടെത്തി തന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് താമസിക്കാൻ, ഞങ്ങൾക്ക് പഴയ പോലെ സൗഹൃദം തുടർന്നുകൊണ്ട് പോയി ഒരുമിച്ച് താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഈ ഗവൺമെന്റ് ഉണ്ടാക്കി തരണം എന്ന് ചൂരൽമലയിലെയും മുണ്ടക്കയിലെയും. അതൊക്കെ ശരിയാണ്. ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്ന എന്താണ്? ഞാൻ ഊരാളുങ്കലിന് കൊടുക്കുക വഴി പലരും കമ്മീഷൻ അടിച്ചിട്ടുണ്ട്. ശരിയാ, ഒരു വിഷയമല്ല, വിഷയമാണ്. മാത്രമാണ് കേരളത്തിലെ പാവപ്പെട്ട ദുരിതാശ്വാസ പണം നേരിട്ടാണ് വേറെ ലോകത്ത് നഷ്ടപ്പെട്ടവനാണ് നഷ്ടപരിഹാരം കൊടുക്കേണ്ടത്. വീണ്ടും പറയുന്നു, നഷ്ടമുണ്ടായ
ഉണ്ടായവരാണ് നഷ്ടപരിഹാരം കൊടുക്കേണ്ടത്. ഏജൻസിക്കല്ല. നിങ്ങൾ ഏജൻസികളെ വളർത്തല്ലേ? ഏജൻസികളെ വളർത്തല്ലേ? ശരി ശരി, നമുക്കത് നിർത്താമല്ലേ. അടുത്ത വിഷയത്തിലേക്ക് പോവാം. അടുത്ത വിഷയം ആ റവന്യൂ ഡിജിറ്റൽ അതെ, അതിൽ ഞാൻ മറുപടി പറയട്ടെ. ആ അഴിമതി ഉണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് തോന്നുന്നല്ലേ? തോന്നുന്നതല്ല. ഡോക്യുമെന്ററി എവിഡൻസസ് ഉണ്ട്. ഡോക്യുമെന്ററി എവിഡൻസസ്. സുപ്രീം കോടതി എന്താ, അല്ല ഹൈക്കോടതി എന്താ പറഞ്ഞ, എന്താ വിധിയല്ല എന്താണ് കോടതിയുടെ നിരീക്ഷണം? നിങ്ങൾ വാക്കുകൾ കൊണ്ട് കളിക്കരുത് എന്നാണ് ഹൈക്കോടതിയുടെ ഡിവിഷൻ. നിങ്ങളൊരു വക്കീലാണല്ലോ. നിങ്ങളത് തെറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളടക്കം ഈ കാര്യത്ത് കോടതിയുടെ മുമ്പിൽ പോയിട്ട് കണ്ടുവരും. ബന്ധപ്പെട്ട് 339 കോടി ഈ ഡിജിറ്റൽ സർവേ ഉപകരണങ്ങൾ വാങ്ങി അതിന്റെ ഒരു 10,000-2000 ഡോക്യുമെന്റ്സ് എന്റെ കയ്യിലുണ്ട്. ഞാനത് മുഴുവൻ പരിശോധിച്ചു. മുഴുവൻ നഗ്നമായ അഴിമതിയെ സഖാവേ. നമുക്ക് ഇതൊന്നും ചാനലിന്റെ അവതാരകൻ ഞാൻ തരാം, ഞാൻ താങ്കൾക്ക് അയച്ചുതരാമായിട്ട് ഇത് നഗ്നമായ അഴിമതിയാണ്. ഞാൻ അയച്ചു തരാം താങ്കൾക്ക്. ഞാൻ 132 കോടി രൂപയുടെ ഞാൻ വെറുതെ പറയുന്നത്